ഈ കിറ്റ് കൊടുത്ത് കേരളീയരെ പറ്റിച്ച പാരമ്പര്യമുള്ളത് CPM-നാണ്, പ്രത്യേകിച്ച് പിണറായി സഹാവിനാണ്. കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക സമയത്തും എല്ലാം കിറ്റ് കൊണ്ട് കൊടുത്ത് ആളുകളെ വീഴ്ത്തി 2016 സകല കൊള്ളയും നടത്തിയിട്ടും ജനങ്ങൾ 2021 അവർക്ക് രണ്ടാമതൊരു ടൈം കൂടെ ഭരിക്കാൻ അവസരം നൽകിയതിൻ്റെ പിന്നിൽ ഈ കിറ്റിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഇപ്പോൾ വീട് ദിവസം കിറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വേളം വയ്ക്കുകയാണ്. കിറ്റ് കൊടുത്ത് വീഴ്ത്തി എന്നല്ല എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. കിറ്റിന്റെ പേരിൽ അവരുടെ കള്ളത്തരത്തെ മറച്ചു വെച്ചു എന്നുള്ള അതാണ് യാഥാർത്ഥ്യം ആണ് പറ്റിച്ചു. അതായത് ഈ പിണറായി അങ്ങ് കൺകണ്ട ദൈവമാക്കി അന്നദാതാവാക്കി മാറ്റി. അതെ, അന്നദാതാവ് വേറെ ആരും ഇല്ല ഇതുപോലെ കൊടുക്കാൻ എന്നുള്ള ഒരു പ്രതീതി, ആ ഒരു പ്രതീതി സൃഷ്ടിക്കായിരുന്നു. മാത്രമല്ല പക്ഷിമൃഗാദികൾക്ക് എല്ലാവർക്കും കൊടുത്തില്ലേ അദ്ദേഹം. അവരാണിപ്പോൾ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. കേരളത്തിൽ 6 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇവിടെ കിറ്റ് വേണം, അതിനകത്ത് 10,000 തികച്ചുള്ളൂ എന്ന് പറഞ്ഞ് അവരുടേതായ ഒരു കണക്ക് അവർ പ്രസന്റ് ചെയ്തിരുന്നു. ഇന്നലെ പക്ഷേ VD സതീശൻ ആ കണക്കുകൾ കൃത്യമായി പൊളിച്ചെടുക്കുന്ന തരത്തിൽ മറുപടി പതിവ് പോലെ എന്തെങ്കിലും പറയണം, കൃത്യമായി 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓരോന്നായിട്ട് അദ്ദേഹം പൊളിച്ചങ്ങടിക്കും. എത്ര കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ഏതാണ്ട് 6 ലക്ഷത്തോളം പേർക്ക് കിറ്റ് കൊടുക്കേണ്ടതുണ്ട്. 5.93 ലക്ഷം, അതായത് 6 ലക്ഷത്തിനോട് അടുത്ത്. പക്ഷേ 6 ലക്ഷത്തിൽ കൂടുതൽ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അത്രത്തോളം തയ്യാറെടുപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുമ്പോൾ കണക്കുകൾ ഒരിക്കലും കള്ളം പറയാറില്ല. ഇപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-മാരാണ്. പലപ്പോഴും നമ്മൾ ഈ ചർച്ചയിൽ ആവർത്തിക്കുന്ന നമ്മൾ ഈ CPM-നെ തുടരെ ഇങ്ങനെ പറയുന്നത് അവർ തുടരെ പറയാൻ ഇതുപോലെ അവസരങ്ങൾ കൂടെ അവരിപ്പം പറയാണ് സതീശൻ കിറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഇതെന്തോ ഒരു വിഡ്ഢിത്തമാണ് അവർ പറയുന്നത്. അത് 12,000 പേരെ കണ്ട കൈപ്പറ്റിയുള്ളൂ. ചേട്ടാ ഓണം അടുത്ത ആഴ്ചയാണ്, ആൾ ഓണം ഷോപ്പിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാത്രമല്ല ഇന്ന് കേരള പത്രത്തിലൊക്കെ ഉണ്ട് വളരെ ഈ സപ്ലൈക്കോടെ ഷോപ്പുകളിലേക്കുള്ള തിരക്ക്. എല്ലാത്തിനും വില കുറവാണ്, എല്ലാത്തിനും വില കുറച്ചു. നമ്മൾ സപ്ലൈക്കോയിൽ വിലക്കുറവ് പറയുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തിലെ ഒരു അനുഭവം ചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഇതിൽ തന്നെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അന്ന് സപ്ലൈകോയിൽ ചെന്നിരുന്ന അതിന്റെ പല ഭാഗങ്ങൾ കാലിയായിരുന്നു, സാധനമില്ലാതെ കാലിയായിരുന്നു. അങ്ങനെയുള്ള ഒരിടത്താണ് ഇപ്പം ഞാൻ മാസം സപ്ലൈകോയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സാധനം വാങ്ങാൻ പോകും. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയാം. കാരണം സാധനം അവിടെ നമുക്ക് ഒരിക്കലും ഒരു സാധനം മേടിക്കാനായിട്ട് ചെന്നിട്ട് അതില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്നിട്ടില്ല ഇപ്പോഴൊന്നും. മാത്രമല്ല ഇത് ഇവർ പല പ്രചാരണം നടത്തി, ആന്ധ്രയിൽ നിന്ന് എന്തോ ഒരുപാട് വില കൊടുത്ത് സാധനം അരി വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് എത്തുകയും മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു, നല്ല ഒരുക്കങ്ങളുമായി. പക്ഷെ ഓണം അടുത്ത ആഴ്ചയാണെന്നുള്ള കാര്യം ദേശാഭിമാനി മറന്നു എന്ന് തോന്നുന്നു. നമ്മളെല്ലാം അറിയാം, നമുക്ക് ഈ എന്തൊക്കെ പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിലെന്ന് നമ്മൾ പറയാറുണ്ട്, എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കാറുള്ള ഉത്രാടപ്പാച്ചിൽ. ഈ നാട്ടിലെ എല്ലാവരും തിരുവോണത്തിന് 2 ആഴ്ച മുമ്പൊന്നും സാധനം വാങ്ങിച്ച് വയ്ക്കാറില്ല. പലപ്പോഴും ഓരോരുത്തർക്ക് ഓരോ ജോലി തിരക്കുകളൊക്കെ കാരണം പലപ്പോഴും ഉത്രാടത്തിനൊക്കെ തന്നെയാണ് ആൾ സാധനം വാങ്ങിക്കാൻ ഇറങ്ങുന്നത്. ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത് പണ്ട് പോലുള്ളൊരു പദപ്രയോഗമാണ്. ഇന്ന് ഉത്രാടത്തിന് അന്നല്ലെങ്കിൽ തലേദിവസം അങ്ങനെയൊക്കെ ആൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇന്ന് തീയതി 20 പോലും ആയിട്ടില്ല, സമയമുണ്ട് ഓണത്തിന്. അതിനുവേണ്ടി ഇപ്പോഴേ ആൾ കിറ്റ് വാങ്ങിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു വരുത്തില്ല. മാത്രമല്ല ഔദ്യോഗികമായ കണക്ക് പുറത്തു വിടുമ്പോൾ ഈ CPM-ന്റെ ഈ ദേശാഭിമാനിയുടെ വാദത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ. കാരണം ഔദ്യോഗികമായ കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു കള്ളക്കണക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയത്തില്ലല്ലോ. സർക്കാർ കണക്ക് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കള്ളക്കണക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് സർക്കാർ ആധികാരികമായിട്ട് അവരുടെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലല്ലേ കണക്ക് പുറത്തുവിടുന്നത്. അതെ, അതും പ്രകാരം ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം ആകെ കിറ്റുകൾ 6,02,609 എണ്ണമാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാനത്ത് വേണ്ടത് ഈ പറഞ്ഞ പോലെ അതിന് താഴെയായിട്ടുള്ള 5.93 ലക്ഷം. അതായത് ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ അങ്ങനെ ആയിരിക്കണം. നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് എപ്പോഴും പ്ലാൻ ബി കൂടെ വേണം. അതൊരു നല്ലൊരു കാര്യമാണ്. ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഒരു വിഷനുള്ള ഒരാളാണ്. അത് ഈ ഒരു ടൈം ഭരിച്ചിട്ട് അങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളല്ല അദ്ദേഹം. ഒരുപക്ഷെ ദീർഘകാലം കേരളത്തിനെ നയിക്കാനുള്ള എല്ലാവിധ കഴിവുള്ള വിദ്യാഭ്യാസം കയറുള്ള പുസ്തകം വായിക്കുന്ന ഒരു അക്കാഡമിക് രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വന്ന് പറയുന്നത്. ഇവരിങ്ങനെയൊക്കെ പറയുമെന്ന് നന്നായിട്ട് അവർക്ക് അറിയാം. അതിപ്പോൾ ഇതിൽ ഈ കണക്കും പ്രകാരം 3 ലക്ഷത്തിലധികം കിറ്റുകൾ ഇപ്പോൾ ഓൾറെഡി റേഷൻ കടകളിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്കിന്റെ പകുതി. അവിടെ അത്രയും ഒരു കണക്ക് പുറത്ത് വിട്ടത് കഴിഞ്ഞ ദിവസമാണ്. അപ്പം അതിന് 2 ദിവസം മുമ്പാണ് ദേശാഭിമാനി അത്ര ഒരു കള്ളം അവർ പടച്ചു വിട്ടിരിക്കുന്നത്. അല്ല, അവരുടെ കാലത്ത് നമുക്കറിയാം, നേരത്തെ സ്റ്റേഷൻ പറഞ്ഞ പോലെ അവസാനം അവിടെ ഓണത്തിന് ആൾ സപ്ലൈ വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈമലത്തിൽ കാണിച്ച ആളായിരുന്നു. അതെ, പിന്നെ ഈ CPM ഭരിക്കുമ്പോൾ ഒരു ഗുണമുള്ള അവർക്ക് എല്ലാത്തിനും കേന്ദ്രത്തിന് അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പോൾ കേരളം ഇപ്പോൾ ഭരിക്കുന്നത് കേന്ദ്ര വിരുദ്ധര് തന്നെയാണ്. എങ്കിലും
KDSSനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആണെങ്കിൽ അദ്ദേഹം നേരത്തെ ഭക്ഷ്യമന്ത്രി ആയിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അതേ അക്കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം. മാത്രമല്ല കിറ്റിൽ പറയുന്ന പോലെ മറ്റാരുടെയും പടമോ ഒന്നുമില്ലാതെ ഒന്നുമില്ല. അല്ല അതൊക്കെയാണ് വേണ്ടത്. കിറ്റ് കൊടുക്കാമെന്ന് കിറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതല്ല നമ്മുടെ സഹാവാണ് കൊണ്ട് തന്നത്, അതിനെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നാണെന്നുള്ള രീതിയിലുള്ള ഈ പ്രോപ്പഗൻഡ ഒന്നും നമ്മുടെ നാട്ടിലെ ആളുടെ അടുത്ത് ചിലവാകില്ല. അതാണ് സത്യം. അതായത് കിറ്റിൽ നമ്മുടെ മലയാളികൾ വീണ് പോയത് ഒരു അബദ്ധം എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കിറ്റിൽ ഒരു തവണ വീണുപോയി, അത് അബദ്ധമാണ്, അത് ഇനി പറ്റില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ വലിയൊരു ആപത്ത് ഘട്ടത്തിൽ പെട്ട് നിൽക്കുമ്പം ഏത് വൃത്തിയാട്ടം വന്ന് നമ്മളെ സഹായിച്ചാലും നമ്മൾ അവൻ്റെ അടുത്തൊരു വിധേയത്വം കാണിക്കും. നമുക്കൊരു അത്യാവശ്യം നമ്മൾ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിച്ചാൽ, നമ്മൾ മഹാനായ ആളൊന്ന് സഹായിച്ചാൽ നമുക്ക് തൃപ്തിയാവുന്നില്ല. ആരെങ്കിലും ഒന്ന് നമ്മളെ സഹായിച്ചാൽ, പക്ഷേ സഹായിക്കുന്നതിൽ ഒരു ചൂഷണമാണ് നടക്കുന്നതെങ്കിലോ അതാണ് അത് നമ്മൾ പിന്നീട് മനസ്സിലാവുള്ളൂ. ഇവിടെ നടന്നതല്ലേ. അതെ, നമ്മളെ സഹായിക്കാൻ വന്നവൻ പിന്നീട് നമ്മുടെ വസ്തു എഴുതി വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില വീടുകൾ സഹായിക്കാൻ വന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിരുന്നു. അവരെ ഭർത്താവിന് സുഖം സഹായിക്കാൻ വന്ന അവരെ വസ്തു തന്ത്രപൂർവ്വം എന്താണ് ബാങ്ക് ലോൺ വാങ്ങിക്കാൻ വേണ്ടി ഇവർക്കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് അയാൾ പൈസ കൊടുക്കാതെ മുങ്ങിയത്. അപ്പോൾ ഇതുപോലത്തെ ആൾ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെയൊക്കെ വേറൊരു പതിപ്പാണ്. ഇതിൻ്റെ ഈ ഇത്തരം തട്ടിപ്പുകളുടെ ഉസ്താദമാരാണ് ഈ CPM ഇവിടെ ഈ മന്ത്രിസഭയിലും നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അവർ നമ്മളെ മലയാളികളെ പറ്റിച്ചു. ഏതായാലും സതീശൻ്റെ അടുത്ത് ഒരു കളിയും നടക്കില്ലെന്ന് മനസ്സിലായില്ല. കൃത്യമാണ് സതീശൻ, കൃത്യം ഒരു കണക്ക് അവതരിപ്പിച്ചു. ഇതിന് ഇവർക്ക് എതിർത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എല്ലാം വെളിപ്പെടുത്തി. ഇന്ന് CPM നേതാക്കൾ ഇന്ന് വൈകുന്നേരം ആയാലും ഇത്രയും നേരത്തെ ആരെങ്കിലും അങ്ങനെയല്ല സതീശന്മാർ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നമ്മൾ ഇതിൽ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സർക്കാർ ഭരണത്തിൽ വന്ന് ഇത്ര നാളായി ഇതുവരെ ഇവർ കൊണ്ടുവരുന്ന ആരോപണത്തിനൊന്നും തന്നെ അധികം ആയുസില്ല നിൽക്കുന്ന. അതായത് ഒരു സതീശന്റെ ഒരു പത്രസമ്മേളനം വരെ ഉള്ള ഒരു ആയുസേ ഇവരുടെ ആരോപണങ്ങൾക്കുള്ളൂ. ആണ് ഇവർ ചെയ്യേണ്ടത്. ഇവർ വ്യാഴാഴ്ച ദിവസം മറ്റോ ആരോപണം ഉന്നയിക്കുക, ഒരാഴ്ച സമയം കിട്ടും. കാരണം ബുധനാഴ്ചയാണ് പിന്നെ അദ്ദേഹം പൊളിച്ചെടുക്കാൻ വരുന്നത്. വീഡിയോ സേഷൻ പൊളിച്ചെടുക്കാൻ പറഞ്ഞാൽ ബുധനാഴ്ചയാണല്ലോ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ പൊളിച്ചങ്ങ് കഴിക്കുള്ളൂ. അതല്ലാതെ തൊട്ടടുത്ത ദിവസങ്ങളിലാണെങ്കിൽ മണിക്കൂറുകൾക്കകം സതീശന് തവിട് പൊടിയായിക്കളെ. ഇപ്പോൾ വാസ്തവത്തില് അവർ എന്താണ് ഈ തരത്തിൽ അവര് ഗവൺമെന്റിനെ വിമർശിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ അന്തവും കുന്തവും ഇല്ലാതെ അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാൻ പോകുമ്പോഴാണ് ജനം പിന്നെയും ഇവരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. അല്ല, മാത്രമല്ല ഈ വീണ് കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ടാണ് ഈ കോപ്രായം മുഴുവൻ കാണിക്കുന്നത്. നാട്ടുകാർക്ക് വരെ വേണ്ട, പാർട്ടി അണികൾക്ക് വരെ വേണ്ട, ആർക്കും വേണ്ടാത്ത കുറേ മരപ്പാടുകൾ വന്നതുകൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഓരോക്കെ ചിരിക്കുകയുള്ളൂ. ഈ കിറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് പിന്നെ പോയ ആളുടെ അല്ലെങ്കിൽ കിറ്റ് വാങ്ങാൻ നിൽക്കുന്ന ആളെ സംബന്ധിച്ചോളം അവരിത് പരിഹാസമായിട്ടില്ലവരെ കാണുള്ളൂ. ഇനി ഇവർ സത്യം നാളെ വിളിച്ച് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് CPM നേതാക്കന്മാർ ഇതുപോലത്തെ എന്ത് പ്രസ്ഥാനം നടത്തിയാലും ആളുകൾ ഇവന്മാർക്ക് പെരും കള്ളന്മാരാണ്, ഇവന്മാർ പറഞ്ഞാൽ കള്ളമാണെന്നേ പറയുള്ളൂ. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. അതാണ് സംഭവിക്കുന്നത്. ഏതായാലും ഇവർക്ക് പറ്റിയ എതിരാളിയെ ഇപ്പോഴാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അവർക്ക്. പക്ഷേ സതീശന് CPM ഒരു എതിരാളികളേ അല്ല. നമ്മളെപ്പോഴും ഏറ്റുവിട്ടാൻ പോകുമ്പോൾ ഒന്നി നമ്മൾ ഈക്വൽസിൻ്റെ അടുത്ത് ഏറ്റുവിടണം, അല്ലെങ്കിൽ നമ്മളെക്കാളും തലപ്പത്തുള്ള ഏറ്റുവിടണം. താഴോട്ടുള്ളവൻ്റെ അടുത്ത് നമ്മൾ ഏറ്റുവിടാൻ പോകുന്നത് ഒരു മോശം പരിപാടിയാണ്. പക്ഷേ സതീശന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം തൽക്കാലം ഇവിടെ ഏറ്റുമുട്ടുന്നതേ ഉള്ളൂ. സതീശൻ CPM ഒരു തരത്തിലും ഒരു എതിരാളികളേ അല്ല. സതീശൻ എല്ലാ ആഴ്ചയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പപ്പടം പൊടിക്കും പോലെ പൊടിച്ച് അങ്ങിട്ട് കൊടുക്കും. പിന്നെ ചോദ്യമില്ല, ഉത്തരവുമില്ല. നമ്മളിപ്പോൾ ഈ വിലക്കയറ്റവുമായി ഈ കിറ്റുമായി ബന്ധപ്പെട്ട് തന്നെ പറയാവുന്ന ഒരു വസ്തുതയായിരുന്നു. ഇവർ LDF ആദ്യമായി ഭരണത്തിൽ വരുന്ന പ്രകടന പത്രികയിൽ ഇവർ കാണിച്ചിരുന്ന 5 വർഷത്തേക്ക് ഇത്തരത്തിൽ ഒന്നിനും വില കൂടില്ല എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. പിന്നീടുള്ള 5 വർഷം അത് കഴിഞ്ഞുള്ള 5 വർഷം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ആഗോള പ്രതിഭാസമാണെന്ന് പറയാം. ഇവർ സൈദ്ധാന്തികന്മാർ അങ്ങനെയുള്ള കയറുവരി ശാസ്ത്രജ്ഞനൊക്കെയാണല്ലോ അവരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആഗോള പ്രതിഭാസമാണ്. ഇത് കേരളത്തിലെ കാര്യമല്ല, മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയും. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ പോയാൽ കാണാം അവിടെ എത്ര വിലയുണ്ട്, ഇവിടെ എത്ര വിലയുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് അവസ്ഥ. ഏതാണെങ്കിലും സതീശൻ്റെ അടുത്ത് CPMൻ്റെ ഒരു കളി നടക്കില്ല എന്ന് വീണ്ടും ഈ കിറ്റ് നാടകത്തിലൂടെ വീണ്ടും CPM സ്വയം നാണം കേട്ട് പൊളിഞ്ഞടങ്ങി ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഏതായാലും നല്ലൊരു ഓണമായിട്ട് ഇനിയെങ്കിലും വായും പൂട്ടി ഇരുന്ന് അവർക്കുള്ള, അതല്ലെങ്കിൽ വീണ്ടും ഓണസമ്മാനങ്ങൾ സതീശൻ തന്നുകൊണ്ടേയിരിക്കും.